എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അത് പടം കാണുന്നവർക്ക് അത് മനസ്സിലാവും. ദർ ഇസ് നത്തിങ് അങ്ങനെ നമുക്ക് മനസ്സിൽ അങ്ങനെ ഒന്നും വരില്ല. ജാനകി വെസ് സ്റ്റേറ്റ് ഓഫ് കേരള, ദർ ഇസ് നത്തിങ് മോർ ദൻ ദാറ്റ്, അത്രേ ഉള്ളൂ. സുരേഷ് ഗോപി എന്ന നടൻ്റെ പെർഫോമൻസ് തന്നെയാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. വളരെ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ച ഒരു സുരേഷ് ഗോപിയെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. നല്ല സിനിമയാണ്, നന്നായിട്ട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. മൊത്തത്തിൽ നോക്കിയ ഒരു ആവറേജ് സിനിമാനുഭവമാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും ഡയലോഗുകളും കൊണ്ട് കണ്ടിരിക്കാവുന്ന സിനിമയായിട്ട് മാറി. നല്ല സിനിമയാണ്, നന്നായിട്ട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു. ഞാൻ പറഞ്ഞു തീർത്തുപോയി. അയ്യോ, അതുപോലെ പറയുന്നുണ്ട് കോടതിയിൽ സത്യമല്ല ജയിക്കുന്നത് തെളിവുകളാണെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു പോരായ്മയാണോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേസ് ടു കേസ് ഡിഫറൻസ് ആണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ കാണുന്ന നമുക്ക് റിയൽ ലൈഫ് കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് ടു കേസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ തെളിവുകളാണ്, കാരണം നമുക്ക് സ്പെക്കുലേഷൻസ് വെച്ചിട്ട് ഒരിക്കലും ഒരു കാര്യവും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തെളിവുകളാണ് മുഖ്യം എന്ന് പറയുന്നതിനോട് അഗ്രി ടു ഡിസഗ്രി, ബട്ട് സ്റ്റിൽ ഐ അഗ്രി, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അതായത് സാധാരണക്കാർക്ക് കേരളത്തിനെ നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് നീതി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നാറുണ്ടോ? ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാനറിയില്ല. ഞാൻ പറഞ്ഞ റിവ്യൂ നല്ല പടമാണ്, ഭയങ്കര എൻജോയ് ചെയ്തു. ആൻഡ് കോർട്ട് റൂം ഡ്രാമ ഭയങ്കര ത്രൂ ഔട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. സുരേഷ് ഏട്ടൻ്റെ ഡയലോഗ്സും ആക്ഷൻ സീക്വൻസസ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര പവർഫുള്ളാണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കുറേ കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു കോർട്ട് റൂം ഡ്രാമ സീക്വൻസ് ഒക്കെ കാണുന്നത്. എല്ലാവരും കാണാം മൂവി. ബന്ധപ്പെട്ട വിവാദം ശരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അത് പടം കാണുന്നവർക്ക് അത് മനസ്സിലാവും. ദർ ഇസ് നത്തിങ് അങ്ങനെ നമുക്ക് മനസ്സിൽ അങ്ങനെ ഒന്നും വരില്ല. ജാനകി വെസ് സ്റ്റേറ്റ് ഓഫ് കേരള, ദർ ഇസ് നത്തിങ് മോർ ദൻ ദാറ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നും തോന്നില്ല. പടം കാണുന്നവർക്ക് അത് മനസ്സിലാവും. നല്ല പടം, ജസ്റ്റ് വാച്ച് ഇറ്റ്. താങ്ക് യു. നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും വളരെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി എന്ന നടൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു ചിത്രം എടുത്തു പറയേണ്ടത്. JSK എന്ന് പറയുന്ന ഈ ഒരു ചിത്രം പേരിൽ വിവാദങ്ങൾ ഉണ്ടായ വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നി. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഇതിനൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് നമ്മൾക്കെല്ലാം കാണാൻ സാധിച്ചു. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി എന്ന നടൻ്റെ പെർഫോമൻസ് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. വളരെ നാളുകൾക്ക് ശേഷം നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ച ഒരു സുരേഷ് ഗോപിയെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത്. അതുപോലെ അനുപമ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് കൂടെയുണ്ട്. അതേപോലെ തന്നെ ശ്രുതി രാമചന്ദ്രൻ, അഷ്കർ അലി, നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ, അദ്ദേഹം നല്ല ഒരു കഥാപാത്രമായിട്ടുണ്ട്. മാധവ് സുരേഷ് ഗോപി പറയുന്ന ഡയലോഗുണ്ട്, അതെ, കോടതിയിൽ സത്യമല്ല ജയിക്കുന്ന തെളിവുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോടതികൾ അങ്ങനെ തന്നെയാണോ? അത് ഇന്ത്യൻ ന്യായ വ്യവസ്ഥയുടെ കോടതിക്ക് വേണ്ടത് എപ്പോഴും തെളിവുകളാണ്. സത്യം എന്നുള്ളത് ആ തെളിവാണ് സത്യം. നമ്മൾ ഒരാളെ 1000 കുറ്റവാളികൾ പോലും ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ പെട്ടതാണ് ഈ ഒരു കാര്യം. തെളിവുകളാണ് ഏറ്റവും വലിയ സത്യം. അത് തീർച്ചയായിട്ടും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പടം വളരെ നല്ലൊരു സിനിമയാണ്. ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഈ സിനിമയിലൂടെ ഉണ്ടായത്. വ്യത്യസ്തമായ ഒരു കഥ, കോടതി സീനാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കണ്ട കോടതി സീനിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കഥ പറയാണ്. സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ മകൻ, ആസിഫ് അലിയുടെ അനിയൻ, എല്ലാവരും, ഒരാളെ മോശമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് നല്ല സിനിമ. പടം ഒരു ആവറേജ് സിനിമാനുഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി, അനുപമ തുടങ്ങിയവർ അവരുടെ പെർഫോമൻസിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ ആ ഒരു പഴയ മാനറിസം സംഭവങ്ങളൊക്കെ, സ്വാഗൊക്കെ സ്ക്രീനിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നിട്ട് നല്ല പെർഫോമൻസും, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ആ ഒരു പേസ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി, അനുപമ എന്നുള്ളവർ, ബൈജു തുടങ്ങിയവർ വേറെ ലെവലിലും, ഇപ്പോൾ ഈ മാധവ് സുരേഷ്, അതുപോലെ ആസിഫിൻ്റെ ബ്രോ, ഇവർ വേറെ ഒരു ലെവലിൽ ചെയ്ത പോലെയും തോന്നി. കാസ്റ്റിങ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് മാധവ് സുരേഷിൻ്റെ സീനുകൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് അത്രയും ഹെവി ആയിട്ടുള്ള റോള് ഇത്ര സ്ക്രീൻ പ്രസൻറ്റ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് തന്നെയാണ്, ഒരുപാട് വിവാദങ്ങളുണ്ടാകുന്ന സബ്ജക്റ്റ് ഗവൺമെൻറ്റിനെതിരെയും നമ്മൾ പൊതുജനം പറയുന്ന രീതിയിലൊക്കെ ആ ഒരു രീതിയിൽ നല്ല രസകരമായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ബ്ലോക്കും അതുപോലെ തന്നെയാണ്. കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി ആ വില്ലനുമായിട്ടുള്ള ആക്ഷൻ സീന്. മൊത്തത്തിൽ നോക്കിയ ഒരു ആവറേജ് സിനിമാനുഭവമാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും ഡയലോഗുകളും കൊണ്ട് കണ്ടിരിക്കാവുന്ന സിനിമയായിട്ട് മാറിയിട്ടുണ്ട്.